നോമ്പ് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്ന നാളുകൾ, ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന നാളുകൾ. പ്രിയ ദൈവജനമേ, നോമ്പിന്റെ നാളുകൾ നാം ദൈവത്തോട് ചേർന്നിരിക്കുന്ന നാളുകളാണ്. ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാമോ? ഇന്നലകളിൽ നാം ചെയ്ത പ്രവൃത്തികളൊക്കെ ദൈവത്തിന് ഹിതകരമായിരുന്നോ? നമ്മുടെ വാക്കുകളൊക്കെ ദൈവത്തിന് ഹിതകരമായിരുന്നോ? നമ്മുടെ ബന്ധങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ളത് ആയിരുന്നോ? വേദപുസ്തകത്തിൽ കയീൻ, ഹാബേൽ എന്നീ സഹോദരന്മാരെ കുറിച്ച് വചനം പറയുന്നുണ്ട്. രണ്ടുപേരും ദൈവത്തിന് യാഗം അർപ്പിച്ചവരാണ്. രണ്ടുപേരും ദൈവത്തിന് ഹിതകരമാണ് എന്ന രീതിയിലായിരിക്കാം യാഗം അർപ്പിച്ചത്. പക്ഷേ കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ലേഖകൻ ഇപ്രകാരം പറയുന്നുണ്ട്: ഹാബേൽ കയീനേക്കാൾ ശ്രേഷ്ഠമായ യാഗം അർപ്പിച്ചു. ദൈവത്തിന് ശ്രേഷ്ഠകരമായത് എന്താണ് എന്ന് തിരിച്ചറിയുന്നതിൽ കയീൻ പരാജയപ്പെട്ടു പോയി. ഒരുപക്ഷെ താൻ ചിന്തിച്ചത് താൻ നൽകുന്നതും താൻ ചെയ്യുന്നതും എല്ലാം ദൈവത്തിന് ഹിതകരമായിരിക്കും എന്നതാണ്. ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഇന്നലകളിൽ നാം ചെയ്തതെല്ലാം ദൈവഹിതമായിരുന്നോ? വിശ്വാസത്തെ കരുതണം എന്ന രീതിയിൽ നാം ചെയ്തു കൂട്ടുന്നതെല്ലാം ദൈവത്തിന് ഹിതകരമാണോ? തീവ്രവാദവും സ്വജനപക്ഷപാതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അവരവരുടേതായ ശരികളുണ്ട്. എന്നാൽ ദൈവത്തിന് ഇത് ഹിതകരമാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ നോമ്പിന്റെ നാളുകൾ തിരിച്ചറിവിന്റെ നാളുകളായിട്ട് മാറണം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, എന്റെ ശരികളെക്കാൾ അപ്പുറമായി ദൈവത്തിന് ഹിതകരമായത് എന്താണ് എന്ന് ബോധ്യപ്പെട്ട് അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.